ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കുന്ന ദിവസം എത്രത്തോളം പാപത്തിൽ നിന്നും ആ കുഞ്ഞ് സുരക്ഷിതരായിരിക്കുമോ അതിനേക്കാൾ സുരക്ഷിതരായി നമ്മളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ പറ്റുന്ന ഒരു സ്വലാത്ത് പഠിച്ചു വെച്ചാലോ. എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് അല്ലേ? ദിവസവും കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകാലുകൾ കൊണ്ടൊക്കെ, മനസ്സുകൊണ്ടൊക്കെ എത്രയോ തെറ്റുകുറ്റങ്ങൾ നമ്മളിതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്ന് മാപ്പ് ചെയ്യിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ അല്ലേ? സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ പലതും നമ്മൾ ചെയ്യാറുണ്ട്, വീട് ലഭിക്കാൻ നമ്മൾ പലതും ചെയ്യാറുണ്ട്, ജോലി കിട്ടാൻ ചെയ്യാറുണ്ട്, നല്ല കുടുംബജീവിതം കിട്ടാൻ ചെയ്യാറുണ്ട്, മക്കളെ ലഭിക്കാൻ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കപ്പെടാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ട. ഇൻഷാ അല്ലാഹ് മഹത്തായ ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചത് അവിടുത്തെ പിൻഗാമികളിലേക്ക് കൈമാറി വന്ന മഹത്തായ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത്. ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പരിശുദ്ധി പോലെ ആ വ്യക്തി പരിശുദ്ധരായി തീരുന്നതാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, ഹജ്ജ് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം പോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ജീവിതം റാഹത്തിലാക്കി തരട്ടെ. വീഡിയോ മുഴുവനും കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. വലിയ പ്രതിഫലം നമുക്കൊക്കെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لام. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. ഒന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകൾ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പലപ്പോഴും നമ്മുടെ ചാനലുകളിലൂടെ ഒരുപാട് പ്രശ്നപരിഹാരങ്ങൾക്കുള്ള വീഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? പലപ്പോഴും എന്ത് ചെയ്യുക, കടബാധയിൽ നിന്ന് രക്ഷ കിട്ടാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർച്ച കിട്ടാൻ, ജോലി ലഭിക്കാൻ, മക്കളെ ലഭിക്കാൻ തുടങ്ങിയിട്ട് പല വിഷയങ്ങളും, വീടുണ്ടാകാൻ, വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ തുടങ്ങി പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട രൂപത്തിൽ, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി, പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മളൊരു പരിശുദ്ധ ആത്മാവായി മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ, ഈ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്ത് ഗുഫ്രാനു ദുനൂബ് എന്ന, ഗുഫ്രാനു ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സ്വലാത്ത് എന്ന്. നോക്കുക, അങ്ങനെ ഒരു സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ചു തരാം, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സ്വലാത്ത് എന്ന്. ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കൂലേ? മറ്റുള്ളവരിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അവർ കേൾക്കുന്നതിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടും, അവർ ചൊല്ലുന്നതിൻ്റെ കൂലി നമുക്ക് കിട്ടും. കേൾക്കുന്നതിൻ്റെ കൂലി ഒന്ന്, അത് ഇൽമാണ്, കേൾക്കാൻ കൂലി കിട്ടും. എന്നാൽ അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒരാൾ ഈ ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലി, നമ്മൾ അയച്ചു കൊടുത്തത് കേട്ടിട്ട് ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി കൂടെ നമുക്ക് ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബി തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കൈഫ നുസല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നബി തങ്ങളുടെ മേലും ആലിൻ്റെ മേലും സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടാണ് എന്ത്, കൈഫ നുസല്ലി അലാ മുഹമ്മദിൻ വ ആലിഹി, നബിയെ എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ പേരും മുഹമ്മദ് നബിയുടെ ആലിൻ്റെ പേരിലും എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? ഒരു രൂപം പറഞ്ഞുതരാം അല്ലേ? ഇപ്പം കാല അവിടുന്ന് മറുപടി പറഞ്ഞു, തഖൂലുൻ, നിങ്ങൾ പറയണം എന്ത്, സ്വലവാത്തുല്ലാ. പഠിച്ചു വെച്ചോണേ ഇൻഷാ അല്ലാഹ്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കേട്ട് നോക്കി ചൊല്ലാൻ പറ്റും. സ്വലവാത്തുല്ലാഹി വസ്വലവാതു മലായികതിഹി വഅംബിയാഇഹി വറുസുലിഹി വജമീഇ ഖൽഖിഹി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വസ്സലാമു അലൈഹി വഅലൈഹിം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചൊല്ലി നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും ഇൻഷാ അല്ലാഹ്. വലിയ പാടുള്ള, പ്രയാസപ്പെടുത്തുന്ന കടുകട്ടി വാക്കുകളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചൊല്ലാം. സ്വലവാത്തുല്ലാഹി വസ്വലവാതു മലായികതിഹി വഅംബിയാഇഹി വറുസുലിഹി വജമീഇ ഖൽഖിഹി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദിൻ വസ്സലാമു അലൈഹി വഅലൈഹിം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു വീണ്ടും, സുമ്മ സുഇല ഫമാ സവാബു മൻ സ്വല്ല അലൻ നബിയ്യി വ ആലിഹി ബിഹാദിഹി സ്വലാ. എന്നാൽ നബിയെ, ഇങ്ങനെ ഒരാൾ എന്ത് ചെയ്തു, നബി തങ്ങളുടെ പേരും ആലിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലി, നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ പേരും ഒരാൾ സ്വലാത്ത് ചൊല്ലി, എന്നാൽ ആ വ്യക്തിക്കുള്ള പ്രതിഫലം എന്താണ് നബി? എന്ത് കൂലിയാണ് അയാൾക്ക് കിട്ടാൻ? എന്ത് പ്രതിഫലമാണ്?
ആൾക്ക് കിട്ടുക. സുബ്ഹാനല്ലാഹ്. ഖാല, അവിടുത്തെ മറുപടി അൽ ഖുറൂജു മിനദ് ദുനൂബ്, പാപങ്ങളിൽ നിന്നും അങ്ങോട്ട് പുറപ്പെടും. പാപങ്ങളിൽ നിന്നും പുറപ്പെടുക എന്ന് വെച്ചാൽ എന്താ? പാപങ്ങൾ മുഴുവൻ അയാളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാകും, മാഞ്ഞു പോകും. എന്നിട്ടോ വല്ലാഹ്, അല്ലാഹുവിൽ സത്യം. വല്ലാഹി എന്ന് പറയുന്നത് അല്ലാഹുവിൽ സത്യം. കഹൈഅത്തി യൗമിൻ വലദത്ഹു ഉമ്മുഹു, ഏത് ദിവസം പോലെ, ഏത് ദിവസം പോലെ? കഹൈഅത്തി യൗമിൻ, ഒരു ദിവസം പോലെ. ഒരു ദിവസം, ഏത് ആ ദിവസം? വലദത്ഹു ഉമ്മുഹു, ആ വ്യക്തിയെ അയാളുടെ ഉമ്മ പ്രസവിച്ച ആ ദിവസം പോലെ. പ്രസവിച്ച ഉടനെയുള്ള ആ പ്രസവിച്ച ദിവസം ഉണ്ടല്ലോ, ആ ദിവസം എത്രത്തോളം പാപസുരക്ഷിതരായി. അന്ന് ആ കുഞ്ഞിൻ്റെ വലതോ ഇടതോ ഒന്നും എഴുതപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അത്രത്തോളം പരിശുദ്ധരായിരിക്കും. നന്മയില്ല, തിന്മയില്ല. നന്മ എഴുതപ്പെട്ടിട്ടില്ല, തിന്മ എഴുതപ്പെട്ടില്ല, പാപങ്ങളൊന്നും ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ അത്രത്തോളം പരിശുദ്ധരായി പാപങ്ങളിൽ നിന്നും മുഴുവൻ പുറത്തു കടക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ്. വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും. സ്വലവാത്തുല്ലാഹി വസ്വലാത്തു മലായികത്തിഹി വ അംബിയാഇഹി വ റസുലിഹി വ ജമീഇ ഖൽഖിഹി. എന്ത് ചെയ്യാം? നമുക്ക് വളരെ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയ സ്വലാത്താണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ അല്ലാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവർ. പലരും പറയുന്നൊരു പരാതിയാണ്, ഉസ്താദേ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും സ്വീകരിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, കാര്യങ്ങൾ റാഹത്തായി കിട്ടുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാരണം, നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള, നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ പാപങ്ങളാണ്. അല്ലാഹു ആ പാപങ്ങളിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല അമലുകൾ, ഇൽമുകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.